ആഡ് അക്കൗണ്ടുകൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നതാണ് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈവൻ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ടുകൾ നമുക്ക് ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓരോ ആഡ് സെറ്റിൻ്റെയും അതല്ലെങ്കിൽ ഓരോ ആഡിൻ്റെയും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. എങ്ങനെയാണ് ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ നിങ്ങൾക്ക് ആഡ് അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? കസ്റ്റമായിട്ടൊരു മെട്രിക് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അത് മുഖേന നമുക്ക് നമ്മുടെ ടാക്സ് എമൗണ്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. വൺസ് നിങ്ങൾ മെറ്റയുടെ ആഡ് അക്കൗണ്ട് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണയായിട്ട് മന്ത്ലി റിപ്പോർട്ടുകളോ അതല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഈ റിപ്പോർട്ട് ടാബ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ന്യൂ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മുടെ റിപ്പോർട്ടിങ്ങിൻ്റെ വിൻഡോയിലേക്കാണ് ലാൻഡ് ചെയ്യുന്നുണ്ടാവുക. ഈ റിപ്പോർട്ട് വിൻഡോയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെട്രിക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇതിൽ തന്നെ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് വിത്തൗട്ട് GST അതല്ലെങ്കിൽ വിത്തൗട്ട് ടാക്സ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇവിടെ തന്നെ പുതിയൊരു കോളം ഇൻക്ലൂഡിംഗ് ടാക്സ് അടക്കമുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആവുന്നതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മെട്രിക്സ് മാത്രമല്ല ബാക്കിയുള്ള കസ്റ്റമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ പെർഫോമൻസിനെ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഹൂക്ക് റേറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഇതേപോലെ കസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മെറ്റയുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മെട്രിക്സ് കസ്റ്റമൈസ് ചെയ്യുന്ന ഭാഗത്ത് മെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആവും. ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് ഒരു കസ്റ്റം മെട്രിക് സെലക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ടാക്സ് അടക്കമുള്ള എമൗണ്ട് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ സെലക്ട് മെട്രിക് എന്ന് പറയുന്നിടത്ത് നമ്മൾ എമൗണ്ട് സ്പെൻഡ് ആഡ് ചെയ്യുക. ഇന്ത്യൻ ടാക്സ് റൂൾ അനുസരിച്ച് 18% നമുക്ക് GST വരുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ 1.18 ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് വിസിബിൾ ആവുന്നുണ്ടാവും. ഇവിടെ ഞാൻ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇൻറ്റു മാർക്ക് ഈ ടാബിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ആഡ് ചെയ്തതിന് ശേഷം 1.18 ആഡ് ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെട്രിക്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ നെയിമിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എമൗണ്ട് വിത്ത് ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആഡ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളോ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇന്ത്യൻ ടാക്സ് അനുസരിച്ചാണ് ഈ എമൗണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എമൗണ്ട് കൺസിഡേർഡ് റൂൾ ആഡ് ചെയ്തതിനു ശേഷം ഇനി ഈ ഒരു മെട്രിക് ഈ ബിസിനസ് പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ ആളുകൾക്കും ആക്സെപ്റ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലി യു എന്നുള്ളിടത്ത് എവറി വൺ എന്ന് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മാത്രമാണ് ഇത് ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ ഓൺലി യു എന്ന രീതിയിലും കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എവറി വൺ വിത്ത് ബിസിനസ് ആക്സസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു. ക്രിയേറ്റ് മെട്രിക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കസ്റ്റമായിട്ട് തന്നെ നമ്മുടെ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് അവൈലബിൾ ആവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 2854 രൂപയാണെങ്കിൽ ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം 3367 രൂപയാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇവിടെ നിങ്ങൾ ഓരോ ആഡിൻ്റെയും സെപ്പറേറ്റ് ഇൻക്ലൂഡിങ് ടാക്സ് അടക്കമുള്ള വാല്യൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ ആഡ് സെറ്റിലും ഓരോ ആഡിലും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ആഡ് അക്കൗണ്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഡേറ്റ് റേഞ്ചുകൾ ടോട്ടലിലേക്ക് മാറ്റുന്നു. ടോട്ടലിലേക്ക് മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഒരു ആഡ് അക്കൗണ്ടിൽ മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മെട്രിക്കിന് നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് ഡാഷ്ബോർഡിൽ വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നും കസ്റ്റമൈസ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആഡ് അക്കൗണ്ടിൽ നിലവിൽ എമൗണ്ട് സ്പെൻഡ് എന്ന് പറയുന്ന ടാബ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് കോളം എന്ന് പറയുന്ന ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സുകൾ അവൈലബിൾ ആവും. ഇതല്ലാതെ തന്നെ മെറ്റയിലുള്ള ടോട്ടൽ മെട്രിക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത എമൗണ്ട് വിത്ത് ടാക്സ് എന്ന് പറയുന്ന മെട്രിക്സ് അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് അക്കൗണ്ട് ഡാഷ്ബോർഡിലേക്ക് എമൗണ്ട് വിത്ത് ടാക്സ് എന്ന് പറയുന്ന രീതിയിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെട്രിക്സും അവൈലബിൾ ആണ്. ഇതല്ലാതെയും പല രീതിയിലുള്ള കസ്റ്റം ആയിട്ടുള്ള പെർഫോമൻസ് മെട്രിക്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹൂക്ക് റേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എൻഗേജ്മെന്റ് റേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.